സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സയൻസ് ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കേട്ടറ്റ് എക്സാം കാറ്റഗറി 2-ന് ആവശ്യമുള്ള സോഷ്യലിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റീസെന്റ് ആയിട്ട് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് വരാം. എപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ടോപ്പിക് വൈസ് ഒക്കെ പഠിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ കാറ്റഗറി 2 ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് സോഷ്യൽ ആണോ സയൻസ് ആണോ എന്നൊന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തിയതിന് ശേഷം അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് സോഷ്യൽ ആണോ വേണ്ടത് അല്ലെങ്കിൽ മാത്സും സയൻസും ആണോ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതാണോ വേണ്ടത് അത് പഠിച്ചു പോവുക, എക്സാം ഹോളിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ്: രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ്. ഓപ്ഷൻ നോക്കിയേ: അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, കൗടില്യൻ, എൻ റോയ്. അപ്പൊ ഈ പറഞ്ഞ ആരാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യലിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും, ന്യൂ ടെക്സ്റ്റ് പുതിയത് പഠിക്കണോ അല്ലെങ്കിൽ ഓൾഡ് ഇതിന് മുന്നേ ഉള്ളത് പഠിക്കണോ എന്നൊക്കെയുള്ള സംശയം വരും. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത് 5ാം ക്ലാസ് മുതൽ 7, അതുപോലെ തന്നെ 9ന്റെ, പിന്നെ ഒരു 3ന്റെ 1ന്റെ ഉണ്ട്, ചെറിയ ക്ലാസ്സിന്റെ ഉണ്ട്. അത് നിങ്ങൾ സാധാരണ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഹൈസ്കൂൾ ലെവലിലേക്ക് നോക്കുമ്പോൾ 5, 7, 9 ക്ലാസ്സുകളുടേതാണ് ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് റിവൈസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലത് സമയം ഉണ്ടെങ്കിൽ എല്ലാം നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പഴയതും പുതിയതും രണ്ടും നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലിയർ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സംശയങ്ങളൊന്നും വേണ്ട, ആൻസർ ഓപ്ഷൻ എ ആണ്, അരിസ്റ്റോട്ടിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അരിസ്റ്റോട്ടിൽ ആണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്. നെക്സ്റ്റ്, സർഗാത്മകതയുടെ മാനദണ്ഡമാകുന്നത് എന്താണ്? ചുവടെ തന്നിരിക്കുന്നവർ സർഗാത്മകതയുടെ മാനദണ്ഡം ആകുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. സർഗാത്മകതയുടെ മാനദണ്ഡം ആകുന്നത് എന്ത്? നോക്കിയേ: മൗലികത, ആലസ്യം, പ്രചോദനം, സാമർഥ്യം. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ സർഗാത്മകതയുടെ മാനദണ്ഡം ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, മൗലികത, ആലസ്യം, പ്രചോദനം, സാമർഥ്യം. ഓക്കെ, അപ്പോൾ പെഡഗോഗി സെഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മൗലികത എന്നുള്ളതാണ് കേട്ടോ. മൗലികത എന്നുള്ളതാണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. നെക്സ്റ്റ്, തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടിയെ കണ്ടെത്തുക. അപ്പൊ സംസ്ഥാന പാർട്ടികൾ, ഓക്കെ, പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ്. അത്യാവശ്യം രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് മുന്നേയുള്ള സോഷ്യൽ ക്വസ്റ്റനിൽ ചോദിച്ച കുറച്ച് പാർട്ടികളുടെ പേര് ഇതിൽ ദേശീയ പാർട്ടി ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടി ഏതെന്നാണ് ചോദിച്ചത്. നാഷണൽ കോൺഫറൻസ്, DMK, ശിവസേന, ജനതാദൾ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പിന്നെ 4 രാഷ്ട്രീയ പാർട്ടികളിൽ തമിഴ്നാട്ടിലെ സംസ്ഥാന പാർട്ടി ഏത് എന്ന് ചോദിച്ചു. ആൻസർ ഏതാ വരിക? ABCD 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഏതാണ്? ഒരു സംശയം വേണ്ട, ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK ആണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അറിയുന്നതായിരിക്കും, നിങ്ങൾ ഒരുപാട് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. ഓക്കെ, അപ്പൊ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സ് ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ വായിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്തത്, GST ബില്ല് അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ. അപ്പൊ GST ബില്ല് അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ: കേരളം, ആസാം, പഞ്ചാബ്, മഹാരാഷ്ട്ര. GST ബില്ല് അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചത്. കേരളം, ആസാം, പഞ്ചാബ്, മഹാരാഷ്ട്ര. ഈ 4 സ്റ്റേറ്റുകളിൽ ആരാണ് ആദ്യം അംഗീകരിച്ചതെന്നാണ് ചോദിച്ചത് അല്ലെ. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ആസാം ആണ്. ഓപ്ഷൻ ബി, ആസാം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ആസാം ആണ്. ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇതൊക്കെ ജനറൽ നോളജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ: ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് പഠനം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഫീൽഡ് പഠനം എന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുമോ? നോക്കിയേ: യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ, പരീക്ഷണാത്മക സാഹചര്യങ്ങൾ, ലബോറട്ടറി സാഹചര്യങ്ങൾ, ആൻഡ് ഓപ്ഷൻ ഡി ക്ലാസ് റൂം സാഹചര്യങ്ങൾ. ഇതിലെ ഫീൽഡ് പഠനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫീൽഡ് സ്റ്റഡി ആണ്, ഫീൽഡ് പഠനം ഏതായിരിക്കും വരിക? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളാണോ, പരീക്ഷണാത്മക സാഹചര്യങ്ങളാണോ, ലബോറട്ടറി ആണോ, അല്ല ക്ലാസ് റൂം സാഹചര്യങ്ങളാണോ? ആൻസർ വരുന്നത് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഫീൽഡ് സ്റ്റഡി ബന്ധപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി ആകുന്നത്. ചുവടെ തന്നിരിക്കുന്നവര് ഒന്നുമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ക്ലിക്ക് ആവണമെന്നില്ല, കണക്ട് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ വായിച്ചതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി ആകുന്നത് എന്താണ്? വിശാലവും വിപുലവുമാണ്,
നിരീക്ഷിക്കാവുന്നതാണ്, പരിമിതമായ പ്രയോഗക്ഷമത, അതുപോലെ തന്നെ അളക്കാവുന്നതാണ്. 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി ആകുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻസർ വരുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം, അത് വിശാലമാണ്, വിശാലമാണ്ട് വിപുലവുമാണ്. ഓക്കെ, വൈഡാണ്, വൈഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സോ വിശാലവും വിപുലവുമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, സാമൂഹ്യ ശാസ്ത്രം ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്ന വികാസം ഏതാണ്? സാമൂഹ്യ ശാസ്ത്രം ആത്യന്തികമായിട്ട് കൈകാര്യം ചെയ്യുന്നത് വികാസമാണ്. ഏത്? അറിവിനെ കുറിച്ചാണോ, അല്ല സമൂഹത്തെ കുറിച്ചാണോ, തന്ത്രങ്ങളാണോ, അല്ലെങ്കിൽ ഉപകരണങ്ങളാണോ? സാമൂഹ്യ ശാസ്ത്രമാണ്. അത് പിന്നെ ഏതിനെ കുറിച്ച് തന്നെ ആയിരിക്കും, ഏത് വിഷയത്തെ ആയിരിക്കും കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുക? നിങ്ങൾക്ക് അവിടുന്ന് ഓപ്ഷൻ തന്നെ പറയാൻ പറ്റുന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടിനൊന്നും ആവശ്യമില്ല. സാമൂഹ്യ ശാസ്ത്രം എന്നാൽ എന്താണ്? ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്ന വികാസം സമൂഹത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നയരൂപീകരണവും നയങ്ങൾ നടപ്പിലാക്കലും കൈകാര്യം ചെയ്യുന്ന വികാസമാണ് ഡാഷ്. ഓക്കെ, ഇവിടെ നയങ്ങൾ ക്വസ്റ്റ്യൻ ചെറിയൊരു ഇതുണ്ട്. നയരൂപീകരണവും നയങ്ങൾ നടപ്പിലാക്കലും കൈകാര്യം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ആരാണെന്നാണ് ചോദിച്ചത്. വികാസം എന്നുള്ളൊരു വേർഡ് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അത് വേണ്ട. ഓക്കെ, അപ്പൊ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെതാണ്? വിഭാഗമാണെന്നുള്ളതാണ്. നയരൂപീകരണവും നയങ്ങൾ നടപ്പിലാക്കലും കൈകാര്യം ചെയ്യുന്ന വിഭാഗം ഏത് എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, വിഭാഗമാണ്. അപ്പൊ അത് ഏത് വിഭാഗത്തിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് വേണം നിങ്ങളത് പറയാനായിട്ട്. നിയമനിർമ്മാണ സഭ, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ. ഇവരിൽ ആരുടെ ഡ്യൂട്ടിയാണ് ഈ പറയുന്ന നയങ്ങൾ രൂപീകരിക്കലും നയങ്ങൾ നടപ്പിലാക്കലും അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആരാണ്? ഒരു സംശയം വേണ്ട, നയങ്ങൾ രൂപീകരിക്കലും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. നമ്മൾ സോഷ്യൽ സയൻസ് ഇപ്പൊ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഒരു വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. നെക്സ്റ്റ്, ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടത് ഏതാണ്? ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചത്. നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ചരിത്രപരമായ ചിത്രങ്ങൾ, അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങൾ. ഈ പറഞ്ഞ 4 കാര്യങ്ങളിലെ ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെട്ടത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നാണയങ്ങളാണോ, സ്റ്റാമ്പുകളാണോ, ചരിത്രപരമായ ചിത്രങ്ങളാണോ, അല്ല വർത്തമാന പത്രങ്ങളാണോ? ഏതാ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക? ABCD 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല, ഓപ്ഷൻ ഡി ആണ്, വർത്തമാന പത്രങ്ങളാണ്. അതാണ് നമുക്ക് ദ്വിതീയ സ്രോതസ്സുകളായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ആണ്, വർത്തമാന പത്രങ്ങളാണ്. നെക്സ്റ്റ്, ഇതൊരു ഓർഗനൈസേഷൻ ചാർട്ട് ആകുന്നു. ഏതാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഓർഗനൈസേഷൻ ചാർട്ട്? ഫ്ലോ ചാർട്ട്, ടൈം ചാർട്ട്, ഇഷ്യൂ ചാർട്ട്, ടേബിൾ ചാർട്ട്. പറഞ്ഞ 4 ചാർട്ടുകളിൽ ഏതാണ് ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ആയി മാറുന്നത്? ഓക്കെ, ഇതിൽ ഏതോ ഒരെണ്ണം ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ആണ്. അത് ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ഫ്ലോ ചാർട്ട് ആണ് ഓർഗനൈസേഷൻ ചാർട്ട് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഫ്ലോ ചാർട്ട് ആണ് ഇതിലെ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൂമിന്റെ പുതുക്കിയ വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി ഏതാണ്? ബ്ലൂമിന്റെ പുതുക്കിയ വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി. അപ്പോ ബ്ലൂമിന്റെ ക്ലാസിഫിക്കേഷൻ, ബ്ലൂംസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സാധാരണ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് കുറവാണ്, പക്ഷെ 1 മാർക്കിനൊക്കെ വരും. എന്താണ് കാറ്റഗറി 3ക്കൊക്കെ വരാറുണ്ട്. ബ്ലൂം ടാക്സോണമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ 3 വിഭാഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചായിരിക്കും. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ബ്ലൂമിന്റെ 2 ഇതുണ്ട്. ഒന്ന് ഒരു ടാക്സോണമി ഉണ്ട്, അതിന് റിവൈസ്ഡ് ടാക്സോണമി ഉണ്ട്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നിട്ട് ഒന്നും കൂടി ഉണ്ട്, രണ്ടും അതായത് പുതുക്കിയത്. അപ്പൊ അതിലുള്ള ഏറ്റവും ഉയർന്ന ചിന്താശേഷി ഏതെന്നാണ് ചോദിച്ചത്. നോക്കാം. അപഗ്രഥനം, വിലയിരുത്തൽ, പ്രയോഗിക്കൽ, അതുപോലെ സൃഷ്ടിക്കൽ. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അപഗ്രഥനം, വിലയിരുത്തൽ, പ്രയോഗിക്കൽ, സൃഷ്ടിക്കൽ, ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതാണ് ബ്ലൂമിന്റെ പുതുക്കിയ വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സൃഷ്ടിക്കൽ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ആധുനിക പഠന സഹായി? ഈ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ആധുനിക പഠന സഹായി എന്നാണ് ചോദിച്ചത്. ബ്ലാക്ക് ബോർഡ്, ഗ്രീൻ ബോർഡ്, വൈറ്റ് ബോർഡ്, സ്മാർട്ട് ബോർഡ്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് പറയാൻ പറ്റുന്നേ ഉള്ളൂ. ബ്ലാക്ക് ബോർഡ്, ഗ്രീൻ ബോർഡ്, വൈറ്റ് ബോർഡ്, സ്മാർട്ട് ബോർഡ്. ഇതിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള പഠന സഹായി ഏതെന്നാണ് ചോദിച്ചത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള പഠന സഹായി ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പണ്ടൊക്കെ എന്താണ് ബ്ലാക്ക് ബോർഡിലാണ് ആദ്യകാലത്ത് പഠിപ്പിച്ചു തുടങ്ങിയത് അല്ലേ? ബ്ലാക്ക് ബോർഡാണ് യൂസ് ചെയ്തത് ആദ്യകാലത്ത്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അതേ ബ്ലാക്ക് ബോർഡിനെ കുറച്ച് മോഡേണൈസ് ആയിട്ട് വന്നിട്ടില്ലേ, ഒന്നും കൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്തിട്ട് അത് എന്താക്കിയിട്ടുണ്ട്? ഗ്രീൻ ബോർഡ് ആക്കിയിട്ടുണ്ട്. രണ്ടും നമുക്ക് ചോക്ക് ബോർഡ് തന്നെയാണ് അല്ലേ? ചോക്ക് തന്നെയാണ് നമ്മൾ ഈ രണ്ടിലും ഉപയോഗിക്കുക. ഗ്രീൻ കളറിലൊരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മിക്ക സ്കൂളുകളിലും ഗ്രീൻ ബോർഡാണ് ഉപയോഗിച്ച് കാണുന്നത്. റെഡിമെയ്ഡ് വരുന്നൊക്കെ ഗ്രീൻ ബോർഡാണ്. പിന്നീട് ഒന്നും കൂടി ഡെവലപ്പ് ആയാലും ഇതേ സമയത്ത് തന്നെ ഏകദേശം ഈ സെയിം ടൈമിൽ തന്നെ വന്ന സാധനമാണ് വൈറ്റ് ബോർഡ്.
വൈറ്റ് ബോർഡ് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ മാർക്കറൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അല്ലേ, വൈറ്റ് ബോർഡ് മാർക്കറും അതിനായിട്ടുള്ള മാർക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതാണ് വൈറ്റ് ബോർഡ് വരുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്തുകൊണ്ടും വന്നിട്ടുണ്ട്. അതായത് ഒരു ബോർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഗ്രീൻ ബോർഡ് ഉണ്ടാവും, അതിന്റെ നേരെ ബാക്കിൽ വൈറ്റ് ബോർഡ് ഉണ്ടാവും, രണ്ട് നമുക്ക് തിരിച്ചും മറിച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് വന്നതാണ് നമ്മുടെ സ്മാർട്ട് ബോർഡ് എന്ന് പറയുന്നത്. സ്മാർട്ട് ബോർഡ് അതായത് നമ്മുടെ വലിയ സ്ക്രീനൊക്കെ വെച്ച് നിങ്ങൾ കണ്ട ടെലിവിഷൻ കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെ തന്നെ ഏറ്റവും വലിയ മോണിറ്റർ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എല്ലാം നമുക്ക് എളുപ്പമായി, പരിപാടികളൊക്കെ എളുപ്പമായി, അത്തരത്തിലുള്ള കാര്യത്തിൽ സ്മാർട്ട് ബോർഡുകൾ എന്ന് നമ്മൾ പറയും. അപ്പൊ ഏറ്റവും ആധുനികം എന്ന് വെച്ചാൽ എന്താണ് സ്മാർട്ട് ബോർഡാണ്. അതാകുമ്പോൾ നമുക്ക് എന്താണ് മറ്റേതുപോലെയല്ല, നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ളതാണ് സ്മാർട്ട് ബോർഡ്. ഓക്കെ, നമുക്ക് എഴുതാനാണെങ്കിൽ എഴുതാനായിട്ട് ഉപയോഗിക്കാം, സ്ക്രീൻ എഴുതാനായിട്ട് ഉപയോഗിക്കാം അല്ലേ. പിന്നെ നിങ്ങൾക്ക് വിഷ്വൽ ഒന്നും കാണിക്കാനാണെങ്കിൽ അതൊക്കെ മോണിറ്റർ ആയിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്മാർട്ട് ബോർഡാണ് ആൻസർ. നെക്സ്റ്റ്, അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അടിസ്ഥാന വിദ്യാഭ്യാസമാണ്, ബേസിക് എഡ്യൂക്കേഷൻ. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ. ഈ പറഞ്ഞ 4 പേരിൽ ആരാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയം മുന്നോട്ടേക്ക് വെച്ചത് എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ചെയ്ത് വരുക. ശരിക്ക് നോക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, ഒരു സംശയം വേണ്ട. മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഞാനിങ്ങനെ കുറച്ച് സ്പീഡ് പോകാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ ഒരു പീരിയോഡിക് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എക്സാമിന് 150 questions ആണ് ഉണ്ടാവുക. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ടൈം 150 minutes ആണ്. അപ്പൊ 150 മിനിറ്റ് 150 questions. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നത് 1 minute ആണ് കിട്ടുക അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, 60 സെക്കൻഡ് ആണ്. ആ 60 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കണം, അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിക്കണം, എന്നിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം. ആ ആൻസർ നിങ്ങൾ OMR ഷീറ്റിൽ പോയിട്ട് കൃത്യമായി നമ്പറൊക്കെ നോക്കി ഇങ്ങനെ ബബിൾ ചെയ്ത് കൊടുക്കണം. അത്രയും പ്രോസസ്സുകൾ നിങ്ങൾ ഈ 60 സെക്കൻഡിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് മാക്സിമം സ്പീഡിൽ, ഇനി ഒരിക്കലും സ്ലോ ആവാൻ പാടില്ല, പിന്നോട്ടടിക്കാൻ പാടില്ല. മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻ വായിച്ച് ആൻസറിലേക്ക് എത്താൻ നോക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡിനുള്ളിൽ ഇത് മൊത്തം വായിച്ച് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം. ഓക്കെ, അങ്ങനെ സ്പീഡാക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICT സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് ഒരുപാട് തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് സൈക്കോളജിയിലും ചോദിച്ചിട്ടുണ്ട്, പെഡഗോഗി സെക്ഷനിൽ വരുന്നതാണ്, എല്ലാത്തിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ICT എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ICT എന്ന് വെച്ചാൽ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ കൺട്രോൾ ടെക്നോളജി, ഇൻഫർമേഷൻ കേപ്പബിൾ ടെക്നോളജി ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ ക്യാച്ചിങ് ടെക്നോളജി. ഇതിലെന്താണ് ICT എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? IT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ആണ് നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു C വന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ് ഉള്ളത്. 4 ഓപ്ഷനും തന്നെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ് ഉള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ C കൃത്യമായിട്ട് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ICT എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. C for കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് ICT എന്ന് പറയുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, പാഠ്യപദ്ധതിയിൽ സ്ഥലത്തിനും കാലത്തിനും പ്രാധാന്യമുള്ളത് ഏതിനാണ്? പാഠ്യപദ്ധതിയിൽ സ്ഥലത്തിനും കാലത്തിനും അത്രയേറെ പ്രാധാന്യമുള്ളത് ഏതിലാണെന്നാണ് ചോദിച്ചത്. ഭൂമിശാസ്ത്രം, സമൂഹശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം. ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതിലാണ് കൂടുതൽ സ്ഥലത്തിനും കാലത്തിനും, കാലം മീൻസ് നമ്മുടെ ഇയർ, വർഷങ്ങളൊക്കെയാണ്, ഏത് കാലത്താണെന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, അങ്ങനെ കാലത്തിനും സ്ഥലത്തിനും എല്ലാം പ്രാധാന്യമുള്ളത് ഇതിൽ ഏതിലാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഏതിനാണ്. സിമ്പിൾ അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ ചരിത്രമാണ്. ഓപ്ഷൻ C ചരിത്രം. ചരിത്രം പറയുമ്പോഴാണല്ലോ നമ്മൾ ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ പറയാം അല്ലെ. കാലഘട്ടം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചരിത്ര പഠനം നടത്തുന്നത്. അപ്പോൾ കാലഘട്ടം മസ്റ്റായിട്ട് വരുന്നത് ഏതിൽ തന്നെയാണ്? സ്ഥലത്തിനും കാലത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് ചരിത്രത്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എഡ്ഗാർ ഡെയ്ലി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എഡ്ഗാർ ഡെയ്ലി. ഈ എഡ്ഗാർ ഡെയ്ലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈക്കോളജിയിലും വരാറുണ്ട്, ഇതുപോലെയുള്ള പെഡഗോഗി സെക്ഷൻ മറ്റ് സബ്ജക്റ്റിലും വരാറുണ്ട്. അപ്പോൾ എഡ്ഗാർ ഡെയ്ലി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത, കോഗ്നിറ്റീവ് ഡൊമൈൻ ഓർ ബുദ്ധിമണ്ഡലം, റേറ്റിംഗ് സ്കെയിൽ, അതുപോലെ തന്നെ കോൺ ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠനാനുഭവങ്ങളുടെ കോൺ എന്ന് നമ്മൾ പറയും. പറഞ്ഞ 4 കാര്യത്തിൽ എഡ്ഗാർ ഡെയ്ലി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഒരു സംശയം വേണ്ട, എഡ്ഗാർ ഡെയ്ലി എന്ന് വെച്ചാൽ കോൺ ഓഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, പഠനാനുഭവങ്ങളുടെ കോൺ എന്നാണ് അറിയപ്പെടുന്നത്, കോൺ ഓഫ് എക്സ്പീരിയൻസ്. അതായത് എക്സ്പെരിമെന്റൽ സ്റ്റഡീസിനാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, എഡ്ഗാർ ഡെയ്ലി. ഓക്കെ, അടുത്തത്, പ്രത്യക്ഷ ജനാധിപത്യം നിലനിന്നിരുന്ന രാജ്യം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രത്യക്ഷ ജനാധിപത്യം നിലനിന്നിരുന്ന രാജ്യം ഏതാണെന്നാണ് ഓപ്ഷൻസ്. നോക്കിയേ, യുണൈറ്റഡ് കിങ്ഡം അഥവാ UK, USA, ഇന്ത്യ, ഗ്രീസ്. UK, USA, ഇന്ത്യ, ഗ്രീസ്. ഇവരിൽ പ്രത്യക്ഷ ജനാധിപത്യം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലെ. ആൻസർ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ?
പ്രത്യക്ഷ ജനാധിപത്യം നിലനിന്നിരുന്നത് ഗ്രീസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. സോഷ്യലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് തന്നെയാണ് വരിക. നെക്സ്റ്റ്, കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്നത് ഏതാണ്? കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്താനായിട്ട് ഒന്നിച്ച് സമാഹരിക്കുന്നത് നോക്കിയേ, പോർട്ട്ഫോളിയോ, ആക്ഷൻ റിസർച്ച്, ഉപാഖ്യാന രേഖ, അതുപോലെ പ്രൊജക്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതാ വരുക? പോർട്ട്ഫോളിയോ ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, ഉപാഖ്യാന രേഖയാണോ, പ്രൊജക്ട് ആണോ? ഏതാ വരുക? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്നത് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ. ഓക്കെ, പോർട്ട്ഫോളിയോ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. ഇന്ത്യയിൽ സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഓരോ സ്റ്റേറ്റിന്റെയും ഗവർണറെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് എന്നിങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ഗവർണറെ നിയമിക്കുന്നത് ആരല്ല? മുഖ്യമന്ത്രി അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെയുള്ള ഗവർണറെ അന്നേ തട്ടിയേനെ. നിങ്ങൾ ന്യൂസ് ഒക്കെ വായിക്കുന്നതല്ലേ. അപ്പൊ മുഖ്യമന്ത്രിക്കല്ല അതിന്റെ അധികാരം, പൂർണ്ണ അധികാരം ആർക്കെയാണ്? പ്രസിഡന്റിനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ SCRT ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രസിഡന്റിന്റെ റോളുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ. ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അതിൽ പോയിന്റ് വൈസ് പറഞ്ഞതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് ഏതാണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കിയേ, സിംപോസിയം, കൊളോക്കിയം, വെബിനാർ, വർക്ക്ഷോപ്പ്. അപ്പൊ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ എന്താണ്, നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ കോഴ്സിനെ കുറിച്ചും ഓരോ എക്സാമിനെ കുറിച്ചും കേട്ടതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്ന പല കാര്യങ്ങൾ സെമിനാർ പോലെ ഓൺലൈൻ ആയിട്ട് കേൾക്കാറുണ്ടല്ലോ അല്ലെ. വീഡിയോ കോൺഫറൻസ് വഴി, ചിലപ്പോൾ യൂട്യൂബ് വഴി ആയിരിക്കാം, അല്ലെങ്കിൽ സൂം വഴിയോ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ വഴിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടാവും. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ ഒരു ഓൺലൈൻ വെബിനാർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെമിനാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സംശയം വേണ്ട, വെബിനാർ ആണ് ആൻസർ. വെബിനാർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന സെമിനാർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അത് നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒരു സ്ഥലത്ത് പോയി ഇരിക്കാതെ അവരവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ക്യാമറ വീഡിയോ കോൾ ഒക്കെ വഴി നമ്മൾ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ കൂടുന്നു. എല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? വെബിനാറിന് എക്സാമ്പിൾ ആണ്. സോ വെബിനാർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് മസ്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന് മുന്നേ റീസെന്റ് ആയിട്ട് നമ്മൾ 2 സെറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സമയം കിട്ടുവാണെങ്കിൽ 60ഉം ഒരുമിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ആ 60 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ സബ്ജക്റ്റും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എക്സാമിന് പോവുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് പിന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി കമന്റുകളൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, വായിക്കാൻ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ആർക്കെങ്കിലും PDF ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അപ്പോൾ PDF ആണ്, ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ്. ക്വസ്റ്റ്യൻ ആൻസർ ആണ്, ടോപ്പിക് വൈസ് നോട്ട്സ് അല്ല. അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജി ആണ്. സൈക്കോളജിയുടെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസും കിട്ടും, ഇംഗ്ലീഷിലുള്ളതും സെപ്പറേറ്റ് ആണ്. പിന്നെ വരുന്നത് മലയാളം സബ്ജക്റ്റ് ആണ്, പിന്നെ വരുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സെഷനിലേക്ക് കാണാം. താങ്ക് യു.